പൊതുവിശ്വാസങ്ങളും പുരാണങ്ങളും അനുസരിച്ച് കലിയുഗത്തിൽ കൽക്കി അവതാരം നടക്കാനിരിക്കുന്നതേയുള്ളൂ. അത് സംഭവിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ട്. സാമൂഹികവും ആത്മീയവുമായ ജീവിതം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അധപ്പതിക്കുമ്പോഴാണ് കൽക്കി അവതാരം വരുന്നത്. കൽക്കി അവതാരത്തെക്കുറിച്ച് കൽക്കി പുരാണത്തിൽ പറയുന്നുണ്ട്. സംബാൽ ഗ്രാമത്തിലാണ് കൽക്കി പ്രഭു ജനിക്കുന്നത്. മാതാപിതാക്കളുടെ 5ാമത്തെ കുട്ടിയായിരിക്കും കൽക്കി. അച്ഛന്റെ പേര് വിഷ്ണുയാഷ എന്നും അമ്മ സുമതി എന്നുമായിരിക്കും. കൽക്കി അവതാരം കുറ്റമറ്റതും പരമമായ ദൈവികവുമായിരിക്കും. അവൻ ദൈവിക ഗുണങ്ങളാൽ സമ്പന്നനാകും. അവൻ ഒരു വെള്ളക്കുതിരപ്പുറത്ത് സവാരി ചെയ്യും. അവൻ വളരെ സുന്ദരനായിരിക്കും. എന്നിരുന്നാലും കോപം അവന്റെ നിറം കറുപ്പിലേക്ക് മാറ്റും. അവൻ മഞ്ഞ വസ്ത്രം ധരിക്കും. നെഞ്ചിൽ ശ്രീവത്സ ചിഹ്നമുണ്ടാകും. യുദ്ധസമയത്ത് 2 വാളുകൾ കയ്യിൽ പിടിച്ചിരിക്കും. ശുക്ലപക്ഷത്തിലെ ദ്വാദശിയിൽ പിറന്നാൾ വരുന്നവനായിരിക്കും കൽക്കി. ഇത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ ചൈത്രദ്വാദശി ദിവസമാണ്. ഇത് ഓരോ വർഷവും ഒരു ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ 100 ദിവസങ്ങൾ മാത്രമാണ്. ഭൂമിയിലെ മഹാവിഷ്ണുവിന്റെ അവസാനത്തേതും ശക്തവുമായ അവതാരമാണ് കൽക്കി. ഭൂമിയിലെ മനുഷ്യർ ചെയ്ത പാപങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ എല്ലാ തിന്മകളെയും കൊല്ലാൻ അവൻ ജനിക്കും. കൽക്കി ഭഗവാൻ രാജാവായി 1000 വർഷം ഭൂമി ഭരിക്കും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തന്റെ ദൗത്യം അവസാനിപ്പിച്ച് കൽക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങും.